ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രഭാതത്തിനായി നന്ദിയോടെ സ്തോത്രം. ഇന്നലെ രാത്രി 7 മണി എങ്ങാണ്ടായപ്പോൾ നമ്മുടെ ഇൻ്റർനെറ്റെല്ലാം കട്ടായി പോയതാണ്. പിന്നെ കുറേ രാത്രിയായി അതൊക്കെ റിസ്റ്റോർ ചെയ്ത് വന്നപ്പോഴത്തേക്ക്. അതുകൊണ്ട് ഇന്നലത്തെ മീറ്റിങ്ങുകൾ പലതും നമുക്ക് മിസ്സാവാനിടയായി തീർന്നു. ഇന്നലെ നമ്മൾ ചിന്തിച്ചതായിട്ടുള്ള ദൈവവചന ഭാഗം ഈ റോമർക്ക് എഴുതുന്ന ലേഖനം 5-ാം അധ്യായത്തിലെ ഭാഗങ്ങളാണ്. അതിലെ 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ ഇന്നലെ ചിന്തിക്കുകയും വിശ്വാസത്താലുള്ള നീതീകരണം, ദൈവം നമ്മളെ നീതിമാനായി പ്രഖ്യാപിച്ചു. നമ്മളെന്തെങ്കിലും നീതി ചെയ്തതുകൊണ്ട് നീതിമാനായതല്ല, എന്നാൽ കർത്താവ് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ പാപികൾക്ക് വേണ്ടി പാപമില്ലാത്ത തൻ്റെ രക്തം, പാപമില്ലാത്ത കർത്താവ് നമുക്ക് വേണ്ടി യാഗമായി തീർന്നത്. വചനത്തിൽ നമ്മൾ വായിക്കുന്ന പോലെ പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് നമുക്ക് വേണ്ടി പാപമാക്കി എന്ന് അവൻ്റെ വചനത്തിൽ വായിക്കും. അങ്ങനെ കർത്താവ് നമുക്ക് വേണ്ടി ചെയ്ത ആ ആക്ട് ഓഫ് ഒബീഡിയൻസ് കൊണ്ട്, ആ കർത്താവ് ചെയ്ത ആ നമുക്ക് പകരമായിട്ട് നമ്മൾ മരിക്കേണ്ട സ്ഥാനത്ത് നമ്മൾ അനുഭവിക്കേണ്ട ശിക്ഷ നമുക്ക് വേണ്ടി ഏറ്റെടുത്തതുകൊണ്ട് കർത്താവ് നമ്മളെ നീതീകരിക്കപ്പെട്ടവരായിട്ട് ദൈവം പ്രഖ്യാപിക്കുകയും അങ്ങനെ ദൈവവുമായിട്ടുള്ള നമ്മുടെ ബന്ധം മാറിയതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ശത്രുക്കളായിരുന്നു, മനസ്സുകൊണ്ട് അകന്നവരായിരുന്നു, ജഡത്തിനും മനോവികാരങ്ങൾക്കും ഇഷ്ടമായത് ചെയ്തുകൊണ്ട് ലോകത്തിൽ പ്രകൃതിയാൽ കോപത്തിന് മക്കളായിരുന്നു. എന്നാൽ ആ ഒരു അനുഭവത്തിൽ നിന്ന് ദൈവം നമ്മളെ വിടുവിച്ച് നമ്മുടെ പ്രായോഗിക അനുഭവത്തിന് അതിനു മുമ്പ് ഒരു വ്യത്യാസവും ഇല്ലായിരുന്നെങ്കിലും ദൈവം തൻ്റെ കൃപയാൽ കർത്താവെ എന്നെ രക്ഷിക്കണമേ എന്ന് ദൈവസന്നിധിയിൽ അപേക്ഷിച്ച ദൈവത്തിൻ്റെ മക്കളെ, അല്ലെങ്കിൽ ജീവനും അക്ഷയതയും അന്വേഷിക്കുന്നവർക്ക് എന്ന് നമ്മൾ 2-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചതുപോലെ ആ ദൈവസന്നിധിയിലേക്ക് തിരിഞ്ഞ നമ്മളെ അവൻ്റെ രക്ഷ കൊണ്ട് അലങ്കരിക്കുവാനായിട്ട് നീതിമാന്മാരായിട്ട് പ്രഖ്യാപിക്കുകയും അവൻ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ മേൽ ഉണ്ടായിരുന്ന എല്ലാ ശാപവും, എല്ലാ ശാപത്തിൻ്റെ ഫലമായ മരണവും എല്ലാം മാറ്റി നമ്മളെ നിത്യജീവൻ്റെ അനുഭവത്തിലേക്ക് നമ്മളെ കൊണ്ടുവന്നു. ഞാൻ ഉദ്ദേശിച്ചത് ആത്മീയ മരണമാണ്. അപ്പോൾ യേശുക്രിസ്തുവിലേക്ക് തിരിഞ്ഞപ്പോൾ ആത്മീയ മരണവും തുടർന്ന് അവിടെയുള്ള അനുബന്ധിച്ചുള്ള എല്ലാ ശാപവും നമ്മളിൽ നിന്ന് മാറ്റി നമുക്ക് ദൈവസന്നിധി സമാധാനം ലഭിച്ചു. അവൻ്റെ ദൈവത്തിൻ്റെ അടുത്തേക്ക് നമുക്ക് കൃപയിലേക്ക് പ്രവേശനം, വി ഹാവ് റിസീവ്ഡ് ആക്സസ് ബൈ ഫെയ്ത്ത് ഇൻ ടു ദിസ് ഗ്രേസ്. ഈ കൃപയിലേക്ക് വിശ്വാസത്താൽ നമുക്ക് പ്രവേശനവും ലഭിച്ചിരിക്കുന്നു എന്ന് നമ്മൾ ഇന്നലെ കാണാനിടയായി തീർന്നു. അതുതന്നെയല്ല, നമുക്ക് പ്രത്യാശ ഉണ്ടായി, പ്രത്യാശ നൽകി. ആ പ്രത്യാശ നിമിത്തം കഷ്ടത സഹിഷ്ണുതയും സഹിഷ്ണുസിദ്ധതയും സിദ്ധത പ്രത്യാശ ഉളവാക്കുന്നുവെന്നറിഞ്ഞ് കഷ്ടങ്ങളിലും പ്രശംസിക്കുന്ന നിലയിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ആറ്റിറ്റ്യൂഡ് തന്നെ മാറ്റുകയും ആ കഷ്ടതയ്ക്ക് ഭംഗം വരുത്താൻ കഴിയാത്ത ഒരു പ്രത്യാശ നമുക്ക് നൽകി. അങ്ങനെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ ദൈവത്തിൻ്റെ സ്നേഹം പകർന്നിരിക്കുന്നു എന്ന് നമ്മളോട് പറയുക. എന്ന് പറഞ്ഞതിന് ശേഷം നമ്മളോട് പറയുകയാണ്, ആ കർത്താവ് ഇങ്ങനെ നമ്മളെ നീതീകരിച്ച് തൻ്റെ മക്കളാക്കി തീർത്ത കർത്താവ് തൻ്റെ ജീവനാൽ, കർത്താവിനാൽ എത്ര അധികമായി ഇനി രക്ഷിക്കപ്പെടും, ഇനി ദൈവം നമ്മളെ മുന്നോട്ട് നടത്തും എന്നുള്ളതാണ് തുടർന്നുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുന്നത്. അതുകൊണ്ട് കർത്താവ് നമ്മളെ നീതീകരിച്ചു, നമ്മളെ രക്ഷിച്ചു എന്നുള്ളത് മാത്രമല്ല, ഇനി ഒരിക്കലും കൈവിടുകയുമില്ല, ഉപേക്ഷിക്കുകയുമില്ല എന്ന് വാഗ്ദത്തം ചെയ്ത് നമ്മളെ പകുതിക്ക് ഇട്ടിട്ട് പോകുന്ന കർത്താവല്ല, തൻ്റെ പുത്രനെ ആദരിക്കാതെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലവും നൽകിത്തരുന്നവനാണെന്നും നീതീകരിക്കുന്നവൻ ദൈവം കുറ്റം വിധിക്കാനായിട്ട് വേറെ ആരുമില്ല എന്നുള്ളതും നമ്മൾ ഇന്നലെ ചിന്തിക്കാനായിട്ട് ഇടയായിട്ട് തീർന്നു. നമ്മളൊരു പ്രത്യേക കാര്യം ഈ ഭാഗങ്ങളിൽ വരുമ്പം നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്, അതിൻ്റെ മനസ്സിൽ നമ്മൾ കരുതേണ്ടതായിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുവരെ നമ്മൾ പറയുമ്പോൾ സാധാരണഗതി പാപം എന്ന് പറയുമ്പം പല പാപപ്രവൃത്തികളെയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഈ റോമാലേഖനം 5-ാം അധ്യായം 12-ാം വാക്യം തുടങ്ങി നമ്മൾ വായിക്കുമ്പോൾ പാപപ്രവൃത്തി മാത്രമല്ല ചില വാക്യങ്ങളിൽ ഉദ്ദേശിക്കുന്നത്. പാപം എന്ന് പറയുന്ന സ്വഭാവം, കാരണം നമുക്കറിയാമല്ലോ, പാപം ചെയ്തിട്ട് നമ്മൾ പാപിയായി തീർന്നതല്ല, പാപിയായതുകൊണ്ട് പാപം ചെയ്യുന്നതാണ് നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ. എന്നാൽ ആദാമിൻ്റെ ജീവിതത്തിൽ അങ്ങനെയല്ല. അവൻ ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു എന്ന് 12-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു. എന്നാൽ ആദാം മുഖാന്തരം ഈ സ്വഭാവം നമ്മളിലേക്ക് പകരപ്പെട്ടതുകൊണ്ട് നമ്മുടെ ഉള്ളിൽ ഈ പാപ സ്വഭാവം ഇരിക്കുന്നത് കൊണ്ടാണ് നമ്മൾ പാപം ചെയ്യുന്നത് എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നു. എന്ന് മാത്രമല്ല,
വളരെ പിവോട്ടലായിട്ടുള്ള, വളരെ ചിന്തിക്കുകയും നമ്മൾ വളരെ ആഴങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ഒരു വചനഭാഗമാണ്. അതുകൊണ്ട് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യുകയാൽ മരണം സകല മനുഷ്യരിലും പരന്നിരിക്കുന്നു. നമ്മൾ ഈ 9, 12 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, ഈ പാപം നമ്മൾ എന്തുകൊണ്ട് ചെയ്യുന്നു? പാപം ചെയ്യുന്നതിന് കാരണമായി തീർന്നിരിക്കുന്നത് നമ്മളിൽ വസിക്കുന്ന പാപ സ്വഭാവമാണ്. എന്നാൽ ഈ ആദാമിലൂടെ നമുക്ക് എന്തൊക്കെ വീഴ്ചകളും കുറവുകളും സംഭവിച്ചോ അതിന് കറസ്പോണ്ടിങ് ആയിട്ടും അതിനെ കവിയുന്ന ഒരു നിലയിൽ, ആ സംഭവിച്ച വീഴ്ചകളെ കവിയുന്ന ഒരു നിലയിലുള്ള ഒരു വീണ്ടെടുപ്പ് കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കുകയും, അങ്ങനെ ആദാമിലായിരിക്കുന്ന നാം ക്രിസ്തുവിലായി തീരുമ്പോൾ ഈ അനുഭവങ്ങൾക്കെല്ലാം വ്യത്യാസം വരികയാണ് ചെയ്യുന്നത്. നമ്മൾ പരിശ്രമിക്കുകയല്ല ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ചില ഇംപെർഫെക്ഷൻസിനെ ഓവർകം ചെയ്യാൻ വേണ്ടി പരിശ്രമിക്കുകയല്ല, നമ്മൾ സ്വയത്തിൽ പരിശ്രമിക്കുകയല്ല ചെയ്യുന്നത്. നമ്മൾ ക്രിസ്തുവിലായി തീരാനാ നമ്മൾ ക്രിസ്തുവിലാകുകയാണ് ഇതിന്റെ റെമഡി എന്നുള്ളതാണ് ദൈവത്തിന്റെ വചനം നമ്മളോട് പറയുന്നത്. കർത്താവ് തന്നെ നമ്മളോട് പറഞ്ഞല്ലോ, ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളും, എൻ്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു. എന്നിൽ വസിക്കുന്ന കൊമ്പൊക്കെയും അധികം ഫലം കായ്ക്കണം ചെത്തി വെടിപ്പാക്കുന്നു. എന്നിൽ വസിപ്പിൻ എന്നാൽ ഞാൻ നിങ്ങളിലും വസിക്കും. ഒരു കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ ഫലം കായ്ക്കാൻ കഴിയാത്തതുപോലെ നിങ്ങൾക്ക് എന്നിൽ വസിച്ചിട്ടല്ലാതെ ഫലം കായ്ക്കാനായിട്ട് കഴിയത്തില്ല എന്ന് കർത്താവ് പറഞ്ഞു. അപ്പോൾ നമ്മളോട് ഫലം കായ്ക്കാനല്ല പറഞ്ഞേക്കുന്നത്, നമ്മൾ ഫലം കായ്ക്കുന്നതിനേക്കാൾ ഉപരി നമ്മൾ ചെയ്യേണ്ട കാര്യം അവനിൽ വസിക്കുക ചെയ്യേണ്ടത്. ക്രിസ്തുവിൽ വസിക്കുമ്പം ആ കൊമ്പ് മുന്തിരിവള്ളിയോട് ചേർന്ന് വസിക്കുകയാണെങ്കിൽ ഫലം കായ്ക്കുക എന്നുള്ളത് അത് അതിൻ്റെ ഒരു സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ഒരു അനുഭവമാണ്. അപ്പം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന വിഷയം, ക്രിസ്തുവിൽ വസിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. എന്ന് പറയുന്നത് പോലെയാ നമ്മൾ കാണുന്നത്, ആദാമിലായിരിക്കുന്ന നാം ക്രിസ്തുവിലായി തീരണം എന്നുള്ളൊരു പ്രമേയമാണ് ആത്യന്തികമായിട്ട് നമുക്കിവിടെ കാണാൻ കഴിയുന്ന കാര്യം. അപ്പം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇതിൻ്റെ ഓരോ ചെറിയ 1-2 ഓരോ കാര്യങ്ങളിലേക്ക് നമുക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. അതുകൊണ്ട് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യുകയാൽ മരണം സകല മനുഷ്യരിലും പരന്നിരിക്കുന്നു. അപ്പോൾ നമുക്ക് ദൈവത്തിൻ്റെ വചനത്തിൽ വായിക്കുന്ന ഇതിനെക്കുറിച്ചൊക്കെ പല തിയറികളുണ്ട്. തിയോളജിയിൽ തന്നെ പെലേജിയൻ, സെമി പെലേജിയൻ എന്നൊക്കെ പറയുന്ന പല തിയറികൾ ആദ്യത്തെ നൂറ്റാണ്ടുകളിൽ ഉണ്ടായിട്ടുണ്ട്. സെന്റ് അഗസ്റ്റിൻ ആണ് ഇതിന് ഏകദേശം അടുത്ത് ഉള്ള ഒരു ഇത് പറഞ്ഞിട്ടുള്ളതായിട്ട് നമുക്ക് ഏർലി ചർച്ച് ഹിസ്റ്ററിയൊക്കെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. എന്നാൽ ദൈവത്തിൻ്റെ വചനമാണ് നമുക്ക് ഇവരൊന്നും പറഞ്ഞിരിക്കുന്നതല്ല നമ്മുടെ വേദവാക്യം എന്ന് പറയുന്നത്, മറിച്ച് ദൈവത്തിൻ്റെ വചനം എന്ത് പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യം. അപ്പോൾ കാരണം പല ആൾക്കാരും പല തിയറീസും പറഞ്ഞിട്ടുണ്ടെങ്കിലും അതൊക്കെ കുറച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ അതിര് കടന്നു പോയിട്ടുള്ളതായിട്ട് പലപ്പോഴും നമുക്കറിയാം, പല തിയറികളും. കാരണം അവരൊക്കെ ദൈവത്തിൻ്റെ വചനത്തെ അടിസ്ഥാനപ്പെടുത്തി അവർ ഇതിനെക്കുറിച്ച് ഒരു ലോജിക്കലായിട്ട് ചിന്തിച്ച് ഒരു കൺക്ലൂഷനിലേക്ക് വരാൻ പരിശ്രമിച്ചതാണ്. അവരുടെ പരിശ്രമങ്ങളെയൊക്കെ നമ്മൾ മാനിക്കുന്നു. അതേസമയം തന്നെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അത് കൃത്യമായിട്ട് വചനത്തിൻ്റെ ഡെഫിനിഷനുള്ളിൽ, പരിധിക്കുള്ളിൽ നിൽക്കുന്നതാണോ അല്ലയോ എന്ന് വിവേചിക്കാനായിട്ടുള്ള സ്വാതന്ത്ര്യവും നമുക്കുണ്ട്. അതുകൊണ്ട് ഇവിടെ പറയുകയാണ്, മനുഷ്യനിൽ പാപം കടന്നു വന്നതിൻ്റെ കാര്യം അതൊരു സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം കൊണ്ട് പാപം ചെയ്തു പോകുന്നു. ചിലർ സാഹചര്യത്തിൻ്റെ ചില പ്രത്യേക സാഹചര്യങ്ങളായി തീരുമ്പോൾ അറിയാതെ പാപം ചെയ്തു പോകുന്നു എന്ന് മാത്രമല്ല, ഞാൻ ബേസിക്കലി ഒരു നല്ല മനുഷ്യനായിരുന്നു, പാപം എവിടുന്നോ എൻ്റെ ജീവിതത്തിൽ വന്നു, അങ്ങനെ ഞാനങ്ങ് അബദ്ധത്തിൽ പാപിയായിപ്പോയി ബ്രദറെ എന്നൊക്കെ പറയുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട്. ഞാനും എൻ്റെ ജീവിതത്തിൽ ഒരുപക്ഷെ കുറേ നാളുകൾ ഞാൻ അങ്ങനെയാണ് ചിന്തിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്, എറണാകുളത്ത് കലൂര് റിന്യൂവൽ സെന്ററിൽ വെച്ച് 86 നടന്നൊരു ക്യാമ്പിൽ ഒരു ദൈവത്തിൻ്റെ ദാസൻ ഈ ഭാഗം വായിച്ച് അദ്ദേഹം അത് പഠിപ്പിച്ചപ്പോഴാണ് പാപം എന്ന് പറയുന്നത് ഇങ്ങനെയാണല്ലോ എൻ്റെ കർത്താവേ എന്ന് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് എനിക്ക് മനസ്സിലാകാനായിട്ട് ഇടയായിത്തീരുന്നത്. കാരണം പാപം എന്ന് പറയുന്നത് അതൊരു പ്രവൃത്തിയായിട്ട്, അബദ്ധത്തിൽ സംഭവിച്ചു പോകുന്ന ഒരു പ്രവൃത്തി ആയിട്ട് കാണുകയും ഞാൻ അടിസ്ഥാനപരമായി നല്ലവനാണെന്ന് ഞാൻ വിചാരിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന എൻ്റെ ചിന്തയ്ക്ക് ഈ ദൈവവചന ഭാഗം വായിച്ചപ്പം എനിക്കൊരു വലിയ വ്യത്യാസം വന്നു. കാരണം കർത്താവേ, പാപം എന്ന് പറയുന്ന ഒരു സ്വഭാവമാണെന്നും അത് ആദാമിൽ നിന്ന് ഞാൻ ഇൻഹെറിറ്റ് ചെയ്തതാണെന്നും ആ പാപ സ്വഭാവം എന്നിൽ ഉള്ളത് കൊണ്ടാണ് ഞാൻ പാപം ചെയ്യുന്നതെന്നും ഒരു യാഥാർത്ഥ്യം എനിക്ക് മനസ്സിലാക്കാനായിട്ട് ഇടയായിട്ട് തീർന്നു.
എന്ന് മാത്രമല്ല, ഇന്ന് പല ചോദ്യങ്ങൾ പല ആംഗിളിലൂടെ പലരും ചോദിക്കും. പല ചോദ്യങ്ങൾ, അതിലൊരു ചോദ്യം ഞാൻ പറയാം. ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ പ്രശ്നം എന്താ? ചിലർ പറയും വിശപ്പെന്ന് പറയും, മറ്റു പല ആൾക്കാർ പല സംഗതികളെന്ന് പറയും. എന്നാൽ അടിസ്ഥാനപരമായ പ്രശ്നം നമുക്കറിയാം. വിശപ്പ് പോലും വരുന്നത് ഈ പാപത്തിന്റെ നിമിത്തമാണ്. എന്ന് പറഞ്ഞാൽ രാവിലെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വിശക്കുന്നത് പാപം കൊണ്ടാണെന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. ഈ നമുക്കറിയാം, നമ്മുടെ ഇന്ത്യയിലോ അല്ലെങ്കിൽ ലോകത്തോ തന്നെ ഇവിടെ ഉള്ള മനുഷ്യർക്കെല്ലാം ഭക്ഷിച്ച് ശേഷിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള ധാന്യങ്ങളും ഭക്ഷ്യവസ്തുക്കളും ഒക്കെ ഉത്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. എന്നാൽ നമുക്കറിയാം, ശരിയായിട്ടുള്ള ഒരു നിലയിലുള്ള വിതരണമോ അല്ലെങ്കിൽ ശരിയായ നിലയിലുള്ള അതിൻ്റെ കൈകാര്യം ചെയ്യുന്നതിലുള്ള ഇത് നിമിത്തം ചില ഭാഗത്ത് ഇത് കുമിഞ്ഞുകൂടുകയും ചില ഭാഗത്ത് ഇത് കിട്ടാതെ പോവുകയും ചെയ്യുന്നു. നമുക്കറിയാമല്ലോ, സമത്വസുന്ദരമായ ലോകം വാഗ്ദാനം ചെയ്തുകൊണ്ട് വന്നിട്ടുള്ള തത്വശാസ്ത്രങ്ങളുണ്ട്. അവിടെ പോലും അവരുടെ പ്രൈവറ്റ് ആയിട്ടുള്ള പല ആൾക്കാരുടെ സമ്പാദ്യങ്ങളും കാര്യങ്ങളും ഒക്കെ കണ്ടുപിടിക്കുകയും, അതുപോലെ മനുഷ്യന്റെ അടിസ്ഥാനപരമായിട്ട് അവന്റെ സ്വാർത്ഥതയാണ് പ്രശ്നമെന്നും ഈ സ്വാർത്ഥത വിരൽ ചൂണ്ടുന്നത് അവന്റെ പാപ സ്വഭാവത്തിലേക്കാണെന്നും ഈ മാറ്റം എന്നുള്ളത് ഒരു സമൂഹത്തിൽ മൊത്തമായിട്ട് അടിച്ചേൽപ്പിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ലെന്നുള്ളതും, ഓരോ വ്യക്തിയും അവൻ രൂപാന്തരപ്പെടുമ്പോഴാണ് അത് സമൂഹം രൂപാന്തരപ്പെടുന്നതെന്നും നമുക്ക് അതിനോടുള്ള ബന്ധത്തിൽ നമുക്ക് ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അതുകൊണ്ട് അടിസ്ഥാനപരമായിട്ട് മനുഷ്യനിൽ ഉണ്ടാവേണ്ട, അല്ലെങ്കിൽ അടിസ്ഥാനപരമായി അവനിൽ ഉണ്ടാവേണ്ട രൂപാന്തരം സംഭവിച്ചാൽ മാത്രമേ ഒരുവൻ ക്രിസ്തുവിലായാലും അവന് പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി സകലവും പുതുതായി തീർന്നിരിക്കുന്നു എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നത് പോലെ ആ ദൈവത്തെ അറിയുകയും അവന്റെ ഹൃദയത്തിൽ അടിസ്ഥാനപരമായിട്ട് അവനെ പിടിച്ചടക്കിയിരിക്കുന്ന പാപ സ്വഭാവത്തിന് വ്യത്യാസം വരുമ്പോഴാണ് ഒരു വ്യക്തി യഥാർത്ഥത്തിൽ ഒരു മനുഷ്യനായിട്ട് തീരുന്നത് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും, ചിന്തിക്കാനായിട്ട് കഴിയും. അതുപോലെ തന്നെ സാധാരണഗതി ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഈ പല അംഗവൈകല്യങ്ങളും മറ്റുള്ള പല കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ നമ്മൾ കാണുന്നുണ്ട് ചുറ്റുപാടും ഒക്കെ. ഇതൊക്കെ ദൈവം എന്തുകൊണ്ടാണ് സൃഷ്ടിച്ചത് എന്നൊക്കെ ചോദിക്കുന്ന ഒത്തിരി നേരെ പോന്ന് ചിന്തിക്കുന്ന ആൾക്കാരെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. നമുക്കറിയാമല്ലോ, ദൈവം ഒരു സിസ്റ്റം ദൈവം ക്രിയേറ്റ് ചെയ്തതിലേക്ക് പാപം എന്ന് പറയുന്ന, അല്ലെങ്കിൽ ആ വീഴ്ച എന്ന് പറയുന്ന പാപം അവനിലേക്ക് കടന്നു വരുമ്പം ആ ഒരു ഡീജനറസിയും ഡീക്കേയും, നമ്മൾ ദ്രവത്വത്തിന്റെ ദാസ്യം എന്ന് പറയുന്ന പോലെ ആ ദ്രവത്വം എല്ലാം അവന്റെ ജീവിത മേഖലകളിലേക്കും ദൈവം അവന് അധിപതിയായിരുന്നു വാഴാൻ കൊടുത്ത് എല്ലാറ്റിലേക്കും അത് വ്യാപരിക്കുകയും, അങ്ങനെ അടിസ്ഥാനപരമായിട്ട് അവന്റെ ജനറ്റിക്കൽ സിസ്റ്റം, അവന്റെ തോട്ട് പ്രോസസ്സ്, അവന്റെ എല്ലാറ്റിലേക്കും ഈ പാപം വ്യാപരിച്ചു എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ അങ്ങനെ ഈ പാപം വ്യാപരിച്ചതിന്റെ ഫലമായിട്ട് അതിലൊക്കെ ഇംപെർഫെക്ഷൻസ് നമുക്ക് കാണാനായിട്ട് കഴിയും. അതൊക്കെ ഒരു തരം ഒരു ഡീക്കേക്ക് അത് അടിമത്വത്തിലേക്ക് പോവുകയും, ദൈവം പെർഫെക്റ്റായിട്ട് സൃഷ്ടിച്ച സിസ്റ്റത്തിൽ ഇംപെർഫെക്ഷൻ ഈ പാപനിമിത്തം ഉണ്ടായി എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അപ്പൊ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നം എന്ന് പറയുന്നത് അവിടെയാണ്. എന്നാലും ദൈവം ഈ കാര്യങ്ങളെയൊക്കെ സൂപ്പറിൻറ്റൻഡ് ചെയ്യുകയും അങ്ങനെയുള്ള വ്യക്തികളെയും അങ്ങനെയുള്ള ആൾക്കാരെയും ഒക്കെ ദൈവം സ്നേഹിക്കുകയും ഒരുപക്ഷെ മറ്റുള്ളവർക്ക് ലഭിച്ചിട്ടില്ലാത്ത ചില കൃപകൾ അവർക്ക് ലഭിക്കുകയും ചെയ്യുന്നു എന്നുള്ളതൊരു സത്യമാണ്. ഞാനിപ്പം നേരത്തെ പാടിയ പാട്ട് പോലെ കണ്ണുള്ള ആരും ഇതുപോലെ പാടിയിട്ടുണ്ട്, അല്ലെങ്കിൽ കണ്ണില്ലാത്ത ഫാനി ക്രോസ്ബി പാടിയതുപോലെ. അപ്പോൾ അവരെ ആ സഹോദരിയെ ദൈവം പ്രത്യേക കൃപകൾ കൊടുത്ത് കണ്ണുള്ളവരെക്കാളും വ്യക്തമായിട്ട് ദൈവത്തിന്റെ കൃപയെ മനസ്സിലാക്കാനായിട്ട് ദൈവം അവരെ സഹായിച്ചു എന്നുള്ളത് നമുക്ക് അവരുടെ ജീവിതത്തിന്റെ അനുഭവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുണ്ട്. ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്, ഇതിലൊക്കെ പാപം വ്യാപരിച്ചത് നിമിത്തം, പാപം കടന്നു വന്നത് നിമിത്തം ഇതെല്ലാം ഒരു 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 നാശോന്മുഖമായി തീരുന്ന ഒരു അനുഭവത്തിലേക്ക്, അതിൻ്റെ കറക്റ്റ് മലയാളം വാക്ക് എനിക്ക് അതായിരിക്കും എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. അങ്ങനെ ആയിത്തീർന്നു എന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയും. എന്നാൽ അങ്ങനെ തുടങ്ങിയ പാപം എല്ലാവരിലേക്കും പടർന്നു, എല്ലാ മനുഷ്യരിലേക്കും, ഡൗൺ ടു ജനറേഷൻസ്. നമുക്കിപ്പം അറിയാം, ഞാനിവിടെ താമസിക്കുന്ന സ്ഥലത്ത് ഇവിടെ HIV AIDS ഒക്കെ ടെസ്റ്റ് ചെയ്യാനായിട്ട് അങ്ങനെയൊക്കെയുള്ള പല സിസ്റ്റം ഉള്ള ഒരു സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത്. ഒരു കാലത്ത് ഞാൻ ഈ താമസിക്കുന്ന സ്ഥലത്ത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ എയ്ഡ്സ് രോഗികളുള്ള ഒരു സ്ഥലമായിരുന്നു. ഇന്നല്ല, ഞാൻ പണ്ടത്തെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കപ്പിൾസിനെയൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുകയും കുഞ്ഞുങ്ങളിലേക്ക് അത് പകരാതെ നോക്കുകയും കുഞ്ഞുങ്ങൾക്ക് അത് ഉണ്ടാകാതിരിക്കാനായിട്ട് പരിശ്രമിക്കുക. എന്നാൽ ചില കുഞ്ഞുങ്ങൾ ഇൻഫെക്റ്റഡ് ആയിട്ട് തീരുകയൊക്കെ ചെയ്യുന്ന ദയനീയമായിട്ട് അനുഭവങ്ങൾ നേരിട്ട് കാണാനായിട്ട് ഇടയായിട്ട് തീർന്നിട്ടുണ്ട്. അപ്പോൾ എന്ന് പറയുന്നത് പോലെ ഈ ലോകത്തിൽ ജനിക്കുന്ന ഓരോ ശിശുവും പാപം സംബന്ധിച്ച് പോസിറ്റീവായിട്ടാണ് ജനിക്കുന്നത്. പാപ സ്വഭാവത്തോടുള്ള ബന്ധത്തിൽ
അവർ പോസിറ്റീവ് ആയിട്ട് ലോകത്തിൽ ജനിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇവിടെ ഈ പാപ സ്വഭാവം നമുക്കറിയാമല്ലോ. ഈ പാപം കൊച്ചു കുഞ്ഞുങ്ങളെപ്പോലും ആരും പഠിപ്പിക്കണ്ട, അല്ലെങ്കിൽ വാശിക്കോ വൈരാഗ്യത്തിനോ അല്ലെങ്കിൽ അതുപോലെ കുശുമ്പിനോ കുന്നായ്മയ്ക്കോ ഒന്നും ഈ കൊച്ചു കുഞ്ഞുങ്ങളെപ്പോലും ആരും പഠിപ്പിക്കണ്ട എന്നുള്ളത് കുഞ്ഞുങ്ങളെ വളർത്തിയിട്ടുള്ള പലർക്കും അറിയാവുന്ന കാര്യമാണ്. കാരണം അത് അവരുടെ രക്തത്തിൽ, അവരുടെ അടിസ്ഥാനപരമായിട്ട് ആത്മീയമായി മരിച്ചവരായിട്ട് അവർ ജനിക്കുന്നു, അല്ലെങ്കിൽ ദൈവവുമായിട്ട് സ്വന്തം പരിശ്രമം നിമിത്തം ദൈവവുമായിട്ട് ബന്ധപ്പെടാൻ കഴിയാത്ത ഒരു നിലവാരത്തിൽ അവർ ജനിക്കുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അതിനെപ്പറ്റി കൂടുതൽ ഞാൻ വിവരിക്കുകയല്ല ചെയ്യുന്നത്, അത് നോക്കിയാട്ടെ. എന്നാൽ എങ്കിലും വരുവാനുള്ളവന്റെ പ്രതിരൂപമായ ആദാമിന്റെ ലംഘനത്തിന് തുല്യമായി പാപം ചെയ്യാത്തവരിലും മരണം ആദാം മുതൽ മോശെ വരെ വാണിരുന്നു എന്ന് നമ്മൾ വായിക്കും. അപ്പോൾ നമുക്കറിയാം, ഈ കാലം എന്ന് പറയുന്നത് ന്യായപ്രമാണം ഇല്ലാത്ത ഒരു കാലത്തെക്കുറിച്ചാണ് പറയുന്നത്. ആദാം മുതൽ മോശെ വരെ പാപം ഉണ്ടായിരുന്നു, എങ്കിലും ന്യായപ്രമാണം ഇല്ലാത്തത് കൊണ്ട് പാപത്തെ അറിഞ്ഞില്ല. ന്യായപ്രമാണം വന്നപ്പോൾ പാപം ഉണ്ടെന്നുള്ളത് മനസ്സിലായി. അത് പണ്ട് നമുക്കറിയാം, ഈ മൈക്രോസ്കോപ്പ് കണ്ടുപിടിച്ച പുള്ളിയുടെ പേര് ലീവൻ ഹൂക്ക് എന്നും കണ്ട, ലെൻസ്. അപ്പോൾ അന്നത്തെ കൺസെപ്റ്റ് അനുസരിച്ച് ഈ മഴവെള്ളമായിരുന്നു ഏറ്റവും നല്ല വെള്ളം എന്ന് പറഞ്ഞ് തലേ ദിവസം പിടിച്ചു വെച്ച വെള്ളം ഇങ്ങനെ പിടിച്ച് ലീവൻ ഹൂക്കി കണ്ണാടി ഒരച്ച് ഇങ്ങനെ പോലെ ലെൻസ് പോലുള്ള ഇതൊക്കെ അതിങ്ങനെ ഉണ്ടാക്കുന്ന ഒരു വ്യക്തി അങ്ങനെ കണ്ടാണ് ഞാൻ വായിച്ചിട്ടുള്ളത്. പെട്ടെന്ന് അദ്ദേഹം തൻ്റെ ഈ ലെൻസ് പിടിച്ചിട്ട് ഈ വെള്ളത്തിലേക്ക് നോക്കിയപ്പോൾ, താൻ കുടിച്ച വെള്ളത്തിലേക്ക് നോക്കിയപ്പോൾ കുറെ വികൃത ജീവികൾ ഇതിൻ്റെ ഉള്ളിൽ കിടന്ന് ഡിസ്കോ ഡാൻസ് കളിക്കുന്നതാണ് കാണുന്നത്. അദ്ദേഹം ഞെട്ടിപ്പോയി, എൻ്റെ ദൈവമേ, ഇതാണോ ഞാൻ ഏറ്റവും ശുദ്ധമായ വെള്ളമാണെന്ന് വെച്ച് കുടിച്ചത് എന്ന് അദ്ദേഹം ഞെട്ടിപ്പോയി. അങ്ങനെയാണ് അദ്ദേഹം മൈക്രോസ്കോപ്പ് കണ്ടുപിടിക്കുകയും മൈക്രോബയോളജി ഒക്കെ തുടങ്ങുന്നതൊക്കെ അങ്ങനെയാണ് എന്നൊരു ചരിത്രം ഞാൻ വായിച്ചിട്ടുണ്ട്. എന്ന് പറയുന്നത് പോലെ പലപ്പോഴും അന്ന് വരെ ന്യായപ്രമാണം ഇല്ലാത്തത് കൊണ്ടൊന്നും അറിഞ്ഞില്ല. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞ പോലെ ഹൈജമ്പിന്റെ ബാറ് വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ആരാ മീതെ കൂടെ ചാടുന്നതെന്നും താഴെ കൂടെ ചാടുന്നതെന്നും മനസ്സിലായി എന്ന് പറഞ്ഞതുപോലെ ന്യായപ്രമാണം വന്നു കഴിഞ്ഞപ്പോഴാണ് പാപത്തെ തിരിച്ചറിയാനായിട്ട് ഇടയായിട്ട് തീർന്നത് എന്നവിടെ വന്നു. അപ്പോൾ പാപം എന്നുള്ള ഒരു യാഥാർത്ഥ്യം ഉണ്ടെന്നുള്ളത് ന്യായപ്രമാണം ഇല്ലായിരുന്നെങ്കിൽ നമുക്കറിയത്തില്ലായിരുന്നു. അതുകൊണ്ട് ന്യായപ്രമാണം വളരെ അതിൻ്റെ ഉപയോഗവും അത് ദൈവം തന്നതും വളരെ നല്ലൊരു ഉദ്ദേശത്തോടു കൂടിയാണ്. നമ്മളിൽ കുറവുണ്ടെന്നും നമുക്ക് പാപമുണ്ടെന്നും ആ പാപത്തിന് പരിഹാരം ഉണ്ടാകണമെന്നും നമ്മളെ അറിയിക്കാനായിട്ട്, നമുക്കത് ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ദൈവം ഈ ന്യായപ്രമാണം തന്നത് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. അവിടെ തന്നെ വേറൊരു കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്, പ്രത്യേകം ശ്രദ്ധിക്കണം. 14-ാം വാക്യം, വരുവാനുള്ളവന്റെ പ്രതിരൂപമായ ആദാം. നമ്മൾ സാധാരണഗതി പറയുന്നത് ആദാമിനെ ദൈവം നല്ല ഉദ്ദേശത്തോടൊക്കെ സൃഷ്ടിച്ചു, ദൈവത്തിന്റെ പ്രതീക്ഷയ്ക്ക് വിപരീതമായിട്ട് അവനങ്ങ് പാപം ചെയ്തു പോയി, അതുകൊണ്ട് ഈ സംഭവങ്ങളൊക്കെ സംഭവിച്ചു എന്നൊക്കെ പറയുന്ന ചില കാര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. സാധാരണഗതി സുവിശേഷം പറയുന്നത്, ഒരുപക്ഷെ ഞാനും അങ്ങനെ തന്നെ പറയാറുള്ളത്, അല്ലെന്നൊന്നും ഞാൻ പറയുമല്ല. എന്നാൽ യാഥാർത്ഥ്യം എന്താ? യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ആദാമിന്റെ രൂപത്തിലേക്ക് കർത്താവ് വരികയല്ല ചെയ്തത്. അവിടെ നമ്മൾ വായിക്കുന്നു, എങ്കിലും വരുവാനുള്ളവന്റെ പ്രതിരൂപമായ ആദാം. അപ്പോൾ റോമാലേഖനം 8-ാം അധ്യായം 29-ാം വാക്യം കൂടെ നിങ്ങൾ ഇതിനോട് ചേർത്ത് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും, കർത്താവ് ഈ ലോകത്തിൽ എടുക്കാനിരുന്ന രൂപത്തിലാണ് ആദാമിനെ ദൈവം സൃഷ്ടിച്ചത്. അല്ലെങ്കിൽ കർത്താവ് ഈ ലോകത്തിൽ എടുക്കാനിരുന്ന രൂപത്തിന്റെ ഒരു ഭാഗികമായ നിലയിൽ ഞാൻ ഉദ്ദേശിക്കുന്നത്, ദൈവത്തിന്റെ മൊത്തത്തിലുള്ള ദൈവത്തിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ സ്വരൂപത്തോട് നമ്മളെ അനുരൂപരാക്കി തീർക്കുക എന്നുള്ളതാണെന്ന് റോമാലേഖനം 8-ാം അധ്യായം 29-ാം വാക്യത്തിൽ തൻ്റെ പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ നമ്മളെ മുന്നിയമിച്ചിരിക്കുന്നു. അപ്പൊ തൻ്റെ പുത്രന്റെ സ്വരൂപത്തിലേക്കും തൻ്റെ പുത്രന്റെ സ്റ്റാറ്റസിലേക്കും നമ്മൾ ഉയർത്തുന്നതിന്റെ ആദ്യ പടിയായിട്ട് ഈ ലോകത്തിൽ കർത്താവ് എടുക്കാനിരുന്ന തൻ്റെ ആ ബാഹ്യ രൂപത്തിൽ, അല്ലെങ്കിൽ ആ ഒരു ഫ്രെയിമിൽ കർത്താവ് നമ്മളെ സൃഷ്ടിച്ചു എന്നുള്ളത് നമുക്ക് പറയുന്നത്. അപ്പം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന വിഷയം, പാപം ചെയ്ത് വീണുപോയി എന്നുള്ളത് ദൈവത്തിന് ഒരു ഞെട്ടലുളവാക്കിയ ഒരു കാര്യമോ അല്ലെങ്കിൽ ദൈവം പ്രതീക്ഷിക്കാതിരുന്ന കാര്യമോ ദൈവത്തിന്റെ പദ്ധതിയിൽ ഇല്ലാത്ത ഒരു കാര്യമോ അല്ലായിരുന്നു. ദൈവത്തിന് നിശ്ചയമായിട്ടും ആ കാര്യങ്ങളെക്കുറിച്ച് അറിയാമായിരുന്നു. അതിന് വേണ്ട നിലയിൽ ദൈവം അതിനുള്ള പരിഹാരവും അതിനുള്ള വഴിയും ദൈവം ഒരുക്കിയിട്ടുണ്ടെന്നുള്ളതും ദൈവത്തിന്റെ വചനത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. എന്ന് മാത്രമല്ല, കർത്താവിന്റെ മനുഷ്യത്വം എന്ന് ആദാമിന്റെ മനുഷ്യത്വം എന്ന് പറയുന്നത് അത് കർത്താവിൽ ഉണ്ടായിരുന്ന ഒരു സംഗതിയാണ്. അല്ലാതെ ഈ ലോകത്തിലേക്ക് വന്നപ്പം ഒരു മനുഷ്യത്വം ദൈവം കടമെടുക്കുകയല്ല ചെയ്തത്, മറിച്ച് അത് ക്രിസ്തുവിന്റെ സ്വരൂപത്തിൽ ആദാമിനെ സൃഷ്ടിക്കുക ചെയ്തതെന്ന് പറഞ്ഞപ്പോൾ തന്നെ ആ മനുഷ്യത്വം എന്ന് പറയുന്നത് പോലും ക്രിസ്തു ലോകത്തിൽ വരാനിരുന്നപ്പോൾ ധരിക്കാനിരുന്ന രൂപത്തിലാണ്
ദൈവത്തെ അല്ല മനുഷ്യനെ സൃഷ്ടിച്ചതെന്ന് പറയുമ്പോൾ തന്നെ അതിൽ നിന്ന് വ്യക്തമാണല്ലോ. അതിനെപ്പറ്റി കൂടുതൽ ഇനി പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ആഗ്രഹമുള്ളവർ ആ വചനഭാഗങ്ങളൊക്കെ ചിന്തിക്കുകയാണെങ്കിൽ അത് അവർക്ക് എളുപ്പത്തിൽ മനസ്സിലാകുന്ന കാര്യമാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ആ പെർഫെക്റ്റ് ആയിട്ടുള്ള ദൈവത്തിൻ്റെ പദ്ധതിക്കായിട്ട് ഞാൻ നന്ദിയോടുകൂടി ദൈവത്തെ സ്തുതിക്കുന്നു. എന്ന് മാത്രമല്ല, തുടർന്ന് നമ്മൾ വായിക്കുന്ന കാര്യമാണ് ആദാമിൽ നമുക്ക് എന്തൊക്കെ വീഴ്ചകൾ സംഭവിച്ചു എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് കഴിയും. എന്നാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ടും അതിനെ കവിയുന്ന നിലയിൽ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്തതായിട്ടുള്ള ഒരു പ്രവൃത്തി. ഞാനൊരു സ്റ്റുഡൻ്റ് ആയിരുന്നപ്പം ഞാൻ ഇങ്ങനെ കേട്ട ഒരു കഥയാണ്. കാരണം അന്നൊരു ഫോറസ്റ്ററായിട്ടൊരു വ്യക്തി അവിടെ ഞാൻ പഠിക്കുന്ന സ്ഥലത്തുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞ ഒരു കഥ എപ്പോഴും ഞാൻ ഇങ്ങനെ ഓർക്കും. കാരണം മനുഷ്യനെ സൃഷ്ടിച്ചപ്പം മുതൽ ദൈവം മനുഷ്യനോട് അവൻ്റെ സ്നേഹത്തെ വെളിപ്പെടുത്താനായിട്ട്, ദൈവത്തിൻ്റെ സ്നേഹത്തെ വെളിപ്പെടുത്താനായിട്ട് ദൈവം ആഗ്രഹിച്ചു എന്ന് അദ്ദേഹം പറയുകയും, എന്നാൽ കാൽവരിയിലെ യാഗത്തിൽ ദൈവത്തിൻ്റെ സ്നേഹം എന്താണെന്ന് പൂർണ്ണമായിട്ട് കർത്താവ് കാണിച്ചു തരികയും ചെയ്തു. അപ്പോൾ അതിന് അദ്ദേഹം പറഞ്ഞ ഒരു ഉദാഹരണം ഞാൻ എപ്പോഴും ഓർക്കും. ഒരു കാട്ടുപൂച്ചയെ ഒരു മനുഷ്യൻ ഇങ്ങനെ പിടിക്കാനായിട്ട് ഇങ്ങനെ ഓടിക്കുകയായിരുന്നു. ഓടിച്ച് കിട്ടിയില്ല. അവസാനം ഒരു ചാക്കെടുത്ത് അതിനെ അങ്ങ് മൂടി പിടിച്ചു എന്ന് പറഞ്ഞ പോലെ കാൽവരിയിലെ കാൽവരി മലയിൽ സ്നേഹത്തിൻ്റെ ഒരു ചാക്ക് കൊണ്ട് കർത്താവ് നമ്മളെ മൂടി. ഇനിയും ഈ കർത്താവിൻ്റെ കരങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു ഒഴിവൊഴിവും ഇല്ലാത്ത പോലെ, കർത്താവെ എനിക്ക് കുറവുണ്ട്, എനിക്ക് പാപമുണ്ട്, ഞാൻ അത്ര പൂർണ്ണനായിട്ടില്ല, ഞാൻ പിന്നെ വരാം, ഞാൻ ഇച്ചിരൂടെ നേരെയായി നോക്കട്ടെ, എന്നിട്ട് ഞാൻ നിന്നെ വന്ന് അനുഗമിക്കാം എന്നൊന്നും പറയാനായിട്ട് വകുപ്പില്ലാത്തതുപോലെ, അങ്ങനെ ഒന്നും ചിന്തിക്കാൻ ഒരു ന്യായവും ഇല്ലാത്തതുപോലെ, ദൈവത്തിന് മുന്നിൽ ഒരു എക്സ്ക്യൂസും നിലനിൽക്കാത്തതുപോലെയുള്ള നിലയിലുള്ള പൂർണ്ണ സ്നേഹത്തിൽ ഒരു കാര്യം പറഞ്ഞിട്ടും ദൈവത്തിൻ്റെ അടുത്തുനിന്ന് മാറി നിൽക്കാൻ കഴിയാത്ത പോലെ ഒരു രക്ഷ നമുക്ക് വേണ്ടി കർത്താവ് ഒരുക്കി എന്നുള്ളത് ഓർക്കുമ്പോൾ ആ ദൈവത്തിൻ്റെ പദ്ധതിയുടെ ആ പൂർണ്ണത നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഇവിടെ വേറൊരു ഫാക്ടറും കൂടെ ഇവിടെ കിടപ്പുണ്ട്. അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്രയും നേരം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം നീതീകരണത്തിൻ്റെ കാര്യമാണ്. നീതീകരണം എന്ന് പറഞ്ഞാൽ എന്താ? നീതീകരണം എന്ന് പറഞ്ഞാൽ നമുക്കറിയാനായിട്ട് കഴിയും, അത് നമ്മൾ ചെയ്ത ചില കാര്യങ്ങൾക്ക് വേണ്ടി നമ്മളെ ദൈവസന്നിധിയിൽ നമ്മൾ ചെയ്തിട്ടില്ല എന്നുള്ള നിലയിൽ നമ്മുടെ ശിക്ഷ വേറൊരാൾ അനുഭവിച്ചത് കൊണ്ട്, നമ്മുടെ ശിക്ഷ ക്രിസ്തു അനുഭവിച്ചത് കൊണ്ട്, നമ്മൾ തെറ്റുകാരനാണെങ്കിലും തെറ്റുകാരനല്ല എന്ന് പ്രഖ്യാപിച്ചിട്ട് ഉള്ളൊരു നിൽപ്പാണ് നമുക്കുള്ളത്. നമ്മുടെ സ്വഭാവത്തിന് അടിസ്ഥാനപരമായിട്ട് വ്യത്യാസം വന്നിട്ടില്ല. നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന പാപപ്രവൃത്തി ചെയ്യാൻ കാരണമായി തീർന്ന പാപ സ്വഭാവത്തിന് വ്യത്യാസം വന്നിട്ടില്ല. അപ്പോൾ ആ പാപ സ്വഭാവത്തിന് വ്യത്യാസം വരുത്തുക എന്നുള്ളൊരു പദ്ധതിയും കൂടെ യേശുക്രിസ്തുവിലെ ഈ രക്ഷയിൽ അടങ്ങിയിട്ടുണ്ട്. ആ ഒരു നിലവാരത്തിലേക്കാണ് ഇനി തുടർന്നുള്ള കാര്യങ്ങൾ നമ്മൾ നാളെ തൊട്ട് ചിന്തിക്കാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് അടിസ്ഥാനപരമായിട്ടൊരു കാര്യം പറയുകയാണ്. അടിസ്ഥാനപരമായ കാര്യം, നമ്മൾ ആദാമിലായിരിക്കുന്നത് കൊണ്ടാണ് നമ്മളിൽ ഈ പാപവും പാപത്തെ തുടർന്നുള്ള അതിൻ്റെ പരിണിത ഫലങ്ങളും നമ്മളിൽ വ്യാപരിക്കുന്നത്. ഈ ആദാമിലായിരിക്കുന്ന ആദാമിൽ നമ്മൾ എങ്ങനെ ആയിരിക്കുന്നുവോ അതുപോലെ ക്രിസ്തുവിലേക്ക് നമ്മൾ പറിച്ച് നടപ്പെടണം. ക്രിസ്തുവിലേക്ക് ഈ കാട്ടൊലിവായിരുന്ന നമ്മളെ വെട്ടിയെടുത്ത് നല്ല ഒലിവിലേക്ക് നമ്മൾ ഒട്ടിച്ചു ചേർക്കണം. അല്ലെങ്കിൽ ഈ ക്രിസ്തുവിലേക്ക് നമ്മൾ ആയിത്തീരണം. അതാണ് വേണ്ടത് എന്നുള്ളതാണ് ഈ തുടർന്ന് പറഞ്ഞു വെക്കുന്നതായിട്ടുള്ള കാര്യം എന്ന് നമുക്കറിയാം. അതുകൊണ്ട് ഈ ക്രിസ്തുവിലേക്ക് എങ്ങനെ നമ്മൾ വെട്ടി മാറ്റി അല്ലെങ്കിൽ പുതിയൊരു വൃക്ഷത്തിലേക്ക് നമ്മളെ നടുന്ന ഒരു അനുഭവം എങ്ങനെ ഉണ്ടാകും? അതിന് പഴയ മനുഷ്യൻ മരിക്കണം, പുതിയ മനുഷ്യൻ ജീവിച്ച് വരുന്ന ഒരു അനുഭവം ഉണ്ടാവണം. അത് എങ്ങനെയാണ് സാധ്യമാവുന്നത്? അത് കാൽവരിയിലെ ക്രിസ്തുവിൻ്റെ മരണത്തിലൂടെയാണ് സാധ്യമാവുന്നത്. കാൽവരിയിൽ പാപത്തിന്റെ ശിക്ഷയ്ക്ക് വേണ്ടി മരിച്ചു എന്ന് മാത്രമല്ല, എന്നിൽ ഉള്ള ഈ ആദാമ്യ സ്വഭാവം എന്നെ കൊണ്ട് പാപം ചെയ്യിക്കുന്നു എന്ന് ദൈവത്തിന് അറിയാവുന്നത് കൊണ്ട് എൻ്റെ ഈ പഴയ മനുഷ്യനെയും കൂടെ ചുമന്നുകൊണ്ട് കർത്താവ് കാൽവരി ക്രൂശിൽ മരിച്ചു എന്നുള്ള സത്യത്തിലേക്കാണ് നമ്മൾ തുടർന്ന് പോകുന്നത്. അപ്പോൾ ആ ഒരു നിലവാരത്തിലാണ് നമ്മൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കുക. ഒരു മരണം, എൻ്റെ പഴയ മനുഷ്യനൊരു മരണവും എൻ്റെ ഉള്ളിൽ ഒരു പുതിയ മനുഷ്യൻ ജനിച്ചിട്ടുണ്ട്.
ആ പുതിയ മനുഷ്യനിൽ ഞാൻ ജീവിക്കുകയും, അല്ലെങ്കിൽ ഞാൻ പാപസംബന്ധമായിട്ട് മരിച്ച് നീതിക്ക് ജീവിക്കുന്ന ഒരു അനുഭവത്തിൽ ഞാൻ ആയിത്തീരാൻ തക്കവണ്ണം ക്രിസ്തുവിന്റെ കാൽവരിയിലെ ക്രൂശ് മുഖാന്തരം എൻ്റെ ഈ ആദാമ്യമായ സ്വഭാവം ആ ക്രൂശിൽ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു, അവനോടുകൂടെ മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു എന്നുള്ളതാണ് വായിക്കുന്നത്. അങ്ങനെ ഉയർത്തെഴുന്നേറ്റ വ്യക്തി ഇനി ജീവന്റെ പുതുക്കത്തിൽ നടക്കാനായിട്ട് കഴിയും. അങ്ങനെ നമ്മളെ കൊണ്ട് പാപം ചെയ്യിച്ചുകൊണ്ടിരുന്ന ഈ പാപ സ്വഭാവത്തെ ജയിക്കാനായിട്ട് യേശുക്രിസ്തുവിന്റെ മരണത്തോട് ഐക്യപ്പെടുന്നത് നിമിത്തം അതിലൊരു പ്രൊവിഷൻ ഉണ്ട് എന്നുള്ളതാ ദൈവത്തിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നതായിട്ടുള്ള കാര്യം. എന്നിട്ട് ഞാൻ കമ്പി വാചകങ്ങളിൽ തുടർന്നുള്ള കാര്യം ഞാൻ പറഞ്ഞിട്ട് ഞാൻ നിർത്തുകയാണ്. കാരണം ഈ കാര്യങ്ങളൊക്കെ വളരെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട വിഷയങ്ങളാണ്. അത് അതിനുള്ള സമയമില്ലാത്തത് കൊണ്ട് ഞാൻ ഇതിലേക്ക് മുന്നോട്ട് പോവുകയാണ്. നോക്കിയാട്ടെ, അവിടെ നമ്മൾ കാണുന്ന കാര്യം 15-ാം വാക്യം, ലംഘനത്തിൻ്റെ കാര്യവും കൃപാവരത്തിൻ്റെ കാര്യവും ഒരുപോലെയല്ല. ഏകന്റെ ലംഘനത്താൽ അനേകർ മരിച്ചുവെങ്കിൽ, ഏകന്റെ ലംഘനം എന്ന് ഉദ്ദേശിക്കുന്ന ആദാമിൻ്റെ ആണെന്ന് നമുക്കറിയാം. ആദാമിൻ്റെ ലംഘനത്താൽ അനേകർ മരിച്ചുവെങ്കിൽ ദൈവകൃപയും ഏക മനുഷ്യനായ യേശുക്രിസ്തുവിൻ്റെ കൃപയാലുള്ള ദാനവും അനേകർക്ക് വേണ്ടി ഏറ്റവും അധികം കവിഞ്ഞിരിക്കുന്നു. അപ്പൊ ലംഘനത്തെ കവിയുന്ന നിലയിലുള്ള കൃപ യേശുക്രിസ്തുവിൽ നമ്മളോട് കാണിച്ചിരിക്കുന്നു. എവിടെയാണ് നമുക്ക് കുറവ് സംഭവിച്ചത്? ആദാമിൽ ലംഘന നിമിത്തം കുറവുണ്ടായത് അത് യേശുക്രിസ്തുവിന്റെ കൃപയാലുള്ള ദാനം നിമിത്തം, പാപത്തിന് പകരം യേശുക്രിസ്തുവിന്റെ നീതി നമുക്ക് നേടിത്തന്ന വിഷയത്തെക്കുറിച്ച് നമ്മൾ ഓൾറെഡി 3-ാം അധ്യായം മുതൽ 5-ാം അധ്യായം വരെ നമ്മൾ ചിന്തിച്ചു. എന്നിട്ട് ഏകൻ പാപം ചെയ്തതിന്റെ ഫലവും ദാനത്തിന്റെ കാര്യവും ഒരുപോലെയല്ല. ഏകന്റെ പാപം ശിക്ഷാവിധി കൽപ്പിപ്പാൻ ഹേതുവായി തീർന്നു, കൃപാവരമോ ലംഘനങ്ങളെ മോചിക്കുന്ന നീതീകരണ വിധിക്ക് കാരണമായി തീർന്നു. ഏകന്റെ ലംഘനത്താൽ മരണം ആ ഏകൻ നിമിത്തം വാണു എങ്കിൽ കൃപയുടെയും നീതിദാനത്തിൻ്റെയും സമൃദ്ധി ലഭിക്കുന്നവർ യേശുക്രിസ്തു എന്ന ഏകൻ നിമിത്തം ഏറ്റവും അധികമായി ജീവനിൽ വാഴും. അപ്പൊ മരണം നമ്മളിൽ വാണുകൊണ്ടിരുന്നത് പോലെ, മരണം വാണതുപോലെ തന്നെ യേശുക്രിസ്തു മുഖാന്തരം ജീവന്റെ സമൃദ്ധിയിലേക്ക് വരുന്നവർ ജീവനിൽ യേശുക്രിസ്തു ഏകൻ നിമിത്തം ഏറ്റവും അധികമായി ജീവനിൽ വാഴും. ഏകന്റെ ലംഘനത്താൽ സകല മനുഷ്യർക്കും ശിക്ഷാവിധി വന്നതുപോലെ ഏകനീതിയാൽ സകല മനുഷ്യർക്കും ജീവകാരണമായ നീതീകരണവും വന്നു. നോക്കിയാട്ടെ, ഏക മനുഷ്യന്റെ അനുസരണക്കേടിനാൽ അനേകർ പാപികളായി തീർന്നതുപോലെ ഏകന്റെ അനുസരണത്താൽ അനേകർ നീതിമാന്മാരായി തീരും. എന്നാൽ ലംഘനം പെരുകിയിടത്ത് ന്യായപ്രമാണവും ഇടയിൽ വന്നു ചേർന്നു, എങ്കിലും പാപം പെരുകിയിടത്ത് കൃപ അത്യന്തം വർദ്ധിച്ചു. പാപം മരണത്താൽ വാണതുപോലെ കൃപയും നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നീതിയാൽ നിത്യജീവനായി വാഴേണ്ടതിന് തന്നെ. എത്ര അനുഗ്രഹിക്കപ്പെട്ട ഭാഗം. എനിക്ക് ആദ്യം ഈ ഭാഗം വായിച്ചപ്പം എന്നെ ഈ ആദാമുമായിട്ട് കൂട്ടി യോജിപ്പിക്കുന്നതിൽ എനിക്ക് ഒരു സുഖവും എനിക്ക് തോന്നിയില്ല, ഒരു ന്യായീകരണവും തോന്നിയില്ല. ആദാമപ്പച്ചൻ പാപം ചെയ്തെന്ന് വെച്ച് ഞാൻ പാപിയാന്ന് എങ്ങനെ കർത്താവെ പറയുന്നത്? ഞാനായിട്ട് പാപം തെരഞ്ഞെടുത്തില്ലല്ലോ കർത്താവെ എന്നൊക്കെ പറയാനായിട്ട് എനിക്ക് തോന്നി, സത്യം പറഞ്ഞ. എന്നാൽ പിന്നെ അത് വായിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഈ യേശുക്രിസ്തുവിലുള്ള ഈ നീതീകരണം എന്ന് പറയുന്നതും ജീവനിൽ സമൃദ്ധിയായിട്ട് വാഴുന്നതും ഒക്കെ ഉള്ളത് ആദാമപ്പച്ചനിൽ ഇതുപോലെ ആയിത്തീർന്നവർക്ക് വേണ്ടി മാത്രമേ ഉള്ളൂ. ഞാൻ ആദാമിലല്ലെങ്കിൽ, ആദാമിൽ അല്ല ഞാൻ ജനിച്ചതെങ്കിൽ, ആദാമ്യമായ ആദാമിൽ ഞാൻ അവനോട് കൂടെ ഞാൻ പങ്കാളി അല്ലെങ്കിൽ ക്രിസ്തുവിലും എനിക്കൊരു പങ്കാളിത്തവും ഇല്ല. അതാ വചനം പറയുന്നത്. ആദാം എൻ്റെ റെപ്രസെൻറ്റേറ്റീവ് ആയി തീർന്നു, പാപ സ്വഭാവം എന്നിലേക്ക് വന്നു. ആ പാപ സ്വഭാവ നിമിത്തം നമ്മൾ ഈ മേൽ പറഞ്ഞ പാപവും ലംഘനവും അതുപോലെ മരണവും അതുപോലെ ശിക്ഷാവിധിയും പല വാക്കുകൾ അവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. ഇതെല്ലാം എന്നിൽ വന്നെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടും അതിനെ കവിയുന്ന നിലയിൽ യേശുക്രിസ്തുവിൽ അത് പരിഹരിക്കപ്പെട്ടു. ഞാൻ യേശുക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുമ്പോൾ അത് എനിക്ക് സ്വായത്തമായി തീരുന്നു എന്ന് മാത്രമല്ല, ഈ യേശുക്രിസ്തുവിൽ ഞാൻ ആകുക എന്നുള്ളത് മാത്രമാണ് അതിനുള്ളൊരു സൊല്യൂഷൻ. ഒരു വ്യക്തി ആദാമിലായി തീരുന്നത് അവൻ ജന്മനാ അങ്ങനെ ആകുന്നെങ്കിൽ
ഒരു പാപിയാണെന്ന് തിരിച്ചറിഞ്ഞ് ഞാൻ തിന്മയിലേക്കും പാപത്തിലേക്കും മരണത്തിലേക്കുമാണ് ഞാൻ ഇത് നിമിത്തം ഞാൻ പോകുന്നത്. പുറത്തുനിന്ന് പാപം വന്ന് എന്നെ ആക്രമിച്ച് കീഴടക്കിയതല്ലേ, എൻ്റെ ഉള്ളിൽ തന്നെ ഈ പാപ സ്വഭാവം ഉണ്ട് എന്ന് മനസ്സിലാക്കുന്ന വ്യക്തിക്ക് അതേ നിലയിൽ അതിനെ കവിയുന്ന നിലയിലുള്ള ഒരു അനുസരണവും ഒരു അനുഗ്രഹവും യേശു ക്രിസ്തുവിൽ ഒരുക്കിയിട്ടുണ്ട്. എൻ്റെ കർത്താവേ, ഞാൻ ആദാമിൽ അങ്ങനെ ആയിത്തീർന്നത് പോലെ യേശു ക്രിസ്തു മുഖാന്തരം നീ എനിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന രക്ഷയ്ക്കായിട്ട് സ്തോത്രം. കർത്താവേ, നിന്റെ ആ കാൽവരി മരണത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ പകരമായിട്ട് നീ മരിച്ചെന്ന് വിശ്വസിക്കുന്നു. കർത്താവെ, ഞാൻ മരിക്കേണ്ട സ്ഥാനത്ത് എനിക്ക് വേണ്ടി നീ മരിച്ചു എന്ന് മാത്രമല്ല, കർത്താവ് എന്നെയും ചുമന്നുകൊണ്ട്, എൻ്റെ പഴയ മനുഷ്യനെയും ചുമന്നുകൊണ്ട് നീ കാൽവരിയിൽ കയറി. അങ്ങനെ ഈ പഴയ ആദാമ്യ സ്വഭാവത്തിന് മരിച്ച് കർത്താവ് യേശു ക്രിസ്തുവിൽ ജീവിക്കാനുള്ള ഒരു പ്രൊവിഷൻ നിന്റെ മരണമുഖാന്തരം നീ എനിക്ക് നൽകി. അത് നേരത്തെ പറഞ്ഞിട്ടുള്ളത് പോലെ വിശ്വസിക്കുന്നവർക്ക് എന്ന് 3-ാം അധ്യായത്തിൽ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഉണ്ടാകുന്ന ഒരു കാര്യമല്ല എന്നുള്ളതും, മനുഷ്യൻ അവൻ്റെ വിൽ പവറിൽ അവൻ തീരുമാനിച്ച് എനിക്ക് ഈ പാപ സ്വഭാവം വേണ്ട, ഈ മരണത്തിലേക്ക് പോകുന്ന അനുഭവം എനിക്ക് വേണ്ട, എൻ്റെ യേശു ക്രിസ്തുവിൽ അതിന് എനിക്ക് ലഭിച്ചിരിക്കുന്ന പരിഹാരം എനിക്ക് വേണം, അതിനായിട്ട് ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു എന്ന് പറയുകയും കർത്താവിനോട് ചേർന്ന് അവൻ്റെ പാപപരിഹാര ബലിയിൽ വിശ്വസിച്ച് അവൻ്റെ മരണത്തിൽ പങ്കാളിയായി തീരുന്ന ഒരു വ്യക്തിക്കാണ് ഈ ആദാമ്യ സ്വഭാവത്തിൽ നിന്നുള്ള വിടുതലുള്ളത് എന്ന് ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായിട്ട് നമ്മളോട് പറയുന്നു. കൃപ പാപം മരണത്താൽ വാണതുപോലെ ഈ രാജാക്കന്മാരൊക്കെ വാഴുന്നത് ഒരു അനുഭവമായി ഇവിടെ പറഞ്ഞേക്കുന്നത്. അപ്പൊ എന്നിൽ പാപം മരണത്താൽ വാണോണ്ടിരുന്നത് പോലെ കൃപയും നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നീതിയാൽ നിത്യജീവനായി വാഴേണ്ടതിന് തന്നെ. പ്രിയപ്പെട്ടവരെ, നമുക്ക് ആദാമിൽ പരാജയപ്പെടുന്ന ഒരു അനുഭവം ഉണ്ടായിരുന്നെങ്കിൽ ആ അനുഭവം മാത്രമല്ല നമുക്കുള്ളത്. നമ്മൾ ആദാമിലാണെങ്കിൽ ആദാമിലുള്ളവർക്ക് വേണ്ടി ജീവനിൽ വാഴുന്ന ഒരു അനുഭവം യേശു ക്രിസ്തുവിൽ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. അത് ഈ ദിവസങ്ങളിൽ അതിൻ്റെ മർമ്മം മനസ്സിലാക്കി, അതിൻ്റെ രഹസ്യം മനസ്സിലാക്കി, ഈ നല്ല ഒലിവായിട്ടുള്ള ക്രിസ്തുവിനോട് ചേർന്ന്, നല്ല മുന്തിരിവള്ളിയായിട്ടുള്ള ക്രിസ്തുവിനോട് ചേർന്ന് ഫലകരമായൊരു ജീവിതം ജീവിക്കുവാൻ നമ്മുടെ പരിശ്രമങ്ങളല്ല, നമുക്കവനിൽ വസിക്കാനായിട്ട് ഈ ദിവസങ്ങളിടയായി തീർന്നുകൊണ്ട് നമുക്ക് മുന്നേറാം. അതിനായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും.